ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ള വീഡിയോ ആണ്. കുറച്ച് ലോങ് വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മുടെ എസക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു വർഷം മുന്നേ ഉള്ളൊരു കഥ പറഞ്ഞിട്ട് ഞാൻ ഈ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നീണ്ട വീഡിയോ ആയിരിക്കും. സാധാരണ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കാണുന്ന പോലെയല്ല. കുറച്ചിങ്ങനെ ചുമ്മാ എൻ്റെ ഓരോ കാര്യങ്ങൾ അന്നത്തെ ഞായറാഴ്ച ദിവസത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു കഥയും കൂടെ പറഞ്ഞു തരാവേ. അപ്പം 2025 ഈ കഥ ആരംഭിക്കുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഉണ്ണീനെ പ്രഗ്നൻ്റായി, ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞാമിനെ പ്രഗ്നൻ്റായി, ഡെലിവറി കഴിഞ്ഞു. മൂന്നാമത് ഞാനിതാ എസ്കുട്ടനെ പ്രഗ്നൻ്റ് ആവുകയാണ്. ആ ഒരു സമയം ഞാൻ വിചാരിച്ചു മൂന്നാമത്തെ പ്രഗ്നൻസിയാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ട് നല്ല തടിയൊക്കെ വെച്ച് നല്ല സെറ്റായിട്ടിരിക്കണം. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, പുറത്ത് പോവാം, കറങ്ങാം, എല്ലാം ചെയ്യാം. എല്ലാവരും കഴിക്കുന്ന പോലെ ഫുഡൊക്കെ കഴിച്ച് എനിക്കതായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഫുഡ് എല്ലാം കഴിക്കണം. എനിക്ക് പ്രഗ്നൻസിയിൽ എല്ലാവരും കഴിക്കുന്നതല്ലേ, ഇഷ്ടമുള്ളതെല്ലാം ഒരുപാട് കഴിക്കുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, കുറേ ഫുഡ് കഴിക്കണം എനിക്ക് പ്രഗ്നൻസിയിൽ, എനിക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കണമെന്ന്. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതിന് നേരെ വിപരീതമായിപ്പോയി. ഫസ്റ്റത്തേനൊക്കെ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, രണ്ടാമത്തേന് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂന്നാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഛർദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഫുഡും കഴിക്കില്ല, ഒരു കഞ്ഞിയുടെ വെള്ളം പോലും, പച്ചവെള്ളം കുടിക്കത്തില്ല, ഒന്നും കുടിക്കാനും കഴിക്കാനും പറ്റാത്തൊരവസ്ഥയായി പോയായിരുന്നു. അങ്ങനെ ഞാൻ ബെഡിൽ കിടന്ന കിടപ്പായി. എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ തല കറങ്ങി അപ്പോൾ വീഴും അവിടെ. പിന്നെ ഞാൻ ആകെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതിന് ലാസ്റ്റ് പറ്റാണ്ടായിട്ട് ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ അത്രയ്ക്കും വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ കിടന്ന കിടപ്പായിപ്പോയി. അപ്പോൾ ഈ കിടന്ന കിടപ്പ് കിടക്കുമ്പോൾ നമ്മളോട് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ഏകദേശം മനസ്സിലാകും, നമ്മൾ ഇടത് സൈഡിലോട്ട് ചെരിഞ്ഞ് വേണം കിടക്കാൻ. കൂടുതൽ പിള്ളേർക്ക്, വയറ്റിൽ ഗർഭിണിയായിരിക്കുന്നവർക്ക്, പിള്ളേർക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയും. അപ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ തന്നെ കിടന്നു. കൂടുതലും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കിടന്നു. കിടപ്പ് തന്നെയായിരുന്നു, ഒന്നിനും എഴുന്നേൽക്കുന്നില്ലായിരുന്നില്ല. അങ്ങനെ കിടന്ന് എനിക്കൊരു കാലുവേദന വരുവാണ്. അങ്ങനെ ഒരു കാലുവേദന വന്നപ്പം നമ്മൾ സാധാരണ മലയാളിയായി ഞാൻ മലയാളികളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ കുഴമ്പ് തേച്ചു, ചൂട് പിടിച്ചു, ഇതൊക്കെ ചെയ്തു. അപ്പം ചെറിയൊരു കാലുവേദന, അതങ്ങ് പൊക്കോളും എന്നൊരു തണുപ്പിൻ്റെ ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ വിചാരിച്ചു. അങ്ങനെ കുഴമ്പ് തേക്കുന്നുണ്ട്, ചൂട് പിടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥയായി. അത്രയ്ക്കും വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ സഹിച്ചു. ഞാൻ ഇങ്ങനെയുള്ള വേദന വന്നതൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. എനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റത്തില്ല, കാല് നിലത്തേക്ക് കുത്താൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ പോയി. പിള്ളേരെല്ലാം സ്കൂൾ വിട്ട് വന്നു. ഞാൻ അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു 6 മണി സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ നേരെ നമ്മുടെ മണ്ണാർക്കാടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. നേരെ ഡെലിവറി റൂമിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാരണം കണ്ട മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം നേരെ ഡെലിവറി റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം അവരെന്നോട് ചോദിക്കുകയാണ്, ഡെലിവറിക്കാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല. പിന്നെന്താ, അബോർഷനാണോ? അല്ല. വയറുവേദനയാണോ? അല്ല. എനിക്ക് കാല് വേദനയാണെന്ന് പറയുന്നു. അവരെന്തോ പുച്ഛിച്ച് ഈ കാല് വേദനയ്ക്ക് ഇവിടെ വരുന്നത് എന്താണെന്നുള്ള രീതിയിൽ എന്നെ ഒരു മൈൻഡും ചെയ്തില്ല. എന്നോട് അവിടെ കയറി കിടന്നോ എന്ന് പറഞ്ഞു. കാണിക്കുന്ന ഡോക്ടർ അസിസ്റ്റൻ്റ് വരും, നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് പ്രസവിക്കാൻ വേണ്ടി കിടന്ന് കരയുക, കാറിപ്പൊളിക്കുന്നു. ഞാനിവിടെ അലറി കരയുന്നില്ലെങ്കിലും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടുകുടാന്ന് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്ര സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വേദനയായിരുന്നു എൻ്റെ കാലിന്. അതുപോലത്തെ വേദനയായിരുന്നു എൻ്റെ ലെഫ്റ്റ് കാലിന്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കരയുക തന്നെയായിരുന്നു, ഭയങ്കരമായിട്ട് ഞാൻ കരയായിരുന്നു സൗണ്ട് ഇല്ലാണ്ട്. അങ്ങനെ അസിസ്റ്റൻറ്റ് ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് മെയിൻ ഡോക്ടർ വിവരങ്ങളൊക്കെ അറിയിച്ചു. അപ്പോൾ എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ ഒരു ഡെലിവറി കേസിന് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ഡോക്ടർ വന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പെറുക്കിയിട്ട് ഡോക്ടർക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ വന്നിട്ട് എന്നെ സ്കാനിങ്ങിന് വിട്ടപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാനിപ്പോൾ സന്തോഷത്തിലാണ് പറയുന്നതെങ്കിൽ ഇത് അനുഭവിച്ച നിമിഷം എനിക്ക് എന്തൊക്കെയായിരുന്നു എന്ന് ഭയങ്കരമായിട്ട് എൻ്റെ മാനസികാവസ്ഥയൊക്കെ തെറ്റിപ്പോകുന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഒരു അവസ്ഥയാണ്.
അപ്പം എൻ്റെ ഡോക്ടർ വന്നിട്ട് സംശയം തോന്നിയിട്ട് എന്നെ സ്കാനിങ്ങിന് വിടുകയാണ്. അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് സ്കാൻ ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട് കാലിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി എന്നെ നോക്കി നിന്നവരോട് ഞാൻ പറഞ്ഞു ഒരു കാലിന് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കത് മനസ്സിലാവാനായിട്ടാണോ, തലയ്ക്ക് സ്ഥിരതയില്ലാഞ്ഞിട്ടാണോ, മന്ദബുദ്ധിയായിട്ടാണോ തോന്നി എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ അറിയത്തില്ല. അന്ന് എനിക്ക് ആ ബ്ലോക്കല്ലേ, ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ ഭയങ്കര ചിരിച്ച അഭിമാനത്തിലാണ് ഞാനത് പറയുന്നത്, എൻ്റെ കാലിനൊരു ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്ത് ഇത് കേട്ടുകൊണ്ട് നിന്നവർക്കും വലിയ ബോധമൊന്നും പോയില്ല. അവരും ചിരിച്ച് തമാശയ്ക്കാണ് അത് കേട്ടത്. പക്ഷേ തിരിച്ച് എന്നെ അവർ ഡെലിവറി റൂമിലേക്ക് തിരിച്ച് കൊണ്ടുപോയി. അപ്പം പുറത്ത് നിൽക്കുന്നവരോട് സീരിയസ് ആയിട്ട് ഡോക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെ പുച്ഛിച്ച് ഭയങ്കരമായിട്ട് ഈ കാലുവേദന എന്ന് പറഞ്ഞ് എന്നെ ഡെലിവറിയിൽ റൂമിൽ നോക്കിയ നേഴ്സുമാർ ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ ബ്ലോക്കാന്ന് അറിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും അവരെന്നെ പിടിക്കാൻ ആൾക്കാർ, എൻ്റെ തലമുടി കെട്ടിത്തരാൻ ആൾക്കാർ, എന്തിന് ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും പിടിക്കാൻ വേണ്ടി നേഴ്സുമാർ നിൽക്കുന്നു. എന്നെ അയ്യോ സാരമില്ല കേട്ടോ എന്ന് പറയുന്നു, ബെഡിൽ നിന്ന് അനങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അയ്യോ എനിക്ക് എന്താ പ്രശ്നം. എനിക്ക് അപ്പോഴത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഞ്ചക്ഷൻ വെച്ചപ്പോഴത്തേക്ക് എൻ്റെ വേദന മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെന്നെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല, തിരിയാൻ സമ്മതിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇവിടെ നമുക്ക് ഈ കേസ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, പെരിന്തൽമണ്ണയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെയാണ് ഇതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്, കുറച്ച് സീരിയസ് ആണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എൻ്റെ വേദന മാറി, കുഴപ്പമില്ല, ഞാൻ പുറത്ത് പോയി അവരോട് സംസാരിക്കാൻ, എന്നെ പുറത്ത് പോകാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, കിടന്ന പോലെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞാൽ അവരെന്നെ അവിടെ നിന്ന് അനക്കിയത് പോലുമില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി തോന്നി, ഇതെന്താ ഇവിടെ, കാരണം അത്രയും അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലാണ് പോയി, അവിടെ എടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പ്രശ്നമാണല്ലോ ദൈവമേ എന്ന് എനിക്ക് മനസ്സിൽ പേടി തോന്നി. കാരണം എന്നെ നോക്കി പുറത്ത് സ്കൂൾ വിട്ട് കാത്തിരിക്കുന്ന 2 പിള്ളേരുണ്ട്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു അകത്ത് കിടന്നിട്ട്. എന്നിട്ട് പറഞ്ഞു എന്നോട് ഇത് നോർമൽ ആംബുലൻസിന് പോവില്ല, ICU ആംബുലൻസ് വേണം, അത്ര സീരിയസ് ആണ് നിൻ്റെ കാര്യം. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഇപ്പം പറഞ്ഞു തരാൻ വേണ്ടി അറിയുന്നില്ല ഞാൻ അന്ന് അനുഭവിച്ച മാനസികാവസ്ഥ കേട്ടോ. അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രം, ആ നിമിഷം മാത്രം അറിയുന്ന ഒരു സംഭവം മാത്രം. എന്നിട്ട് എന്നെ പുറത്തിറക്കുന്നില്ല, ICU ആംബുലൻസ് വരുന്നു. രാത്രി 12 മണിയായപ്പോഴത്തേക്കും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം സ്കൂളിൽ നിന്ന് വന്ന് വിശന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞാമിയൊക്കെ ഉറക്കം തൂങ്ങിയിട്ട് എൻ്റെ കൂടെ ആംബുലൻസിലിരുന്ന് കരയുക. എൻ്റെ ഉണ്ണിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, അവൾ അതിനെക്കാട്ടിലും കരയുക, കരഞ്ഞുകൊണ്ടിരിക്കുക പിള്ളേർ. എനിക്ക് ഇവരെ നോക്കിയിട്ട് കരയണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലത്തെ ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്നെ നോക്കി ഒരുപാട് പേര് നിൽക്കുക, അതിനെല്ലാം സെറ്റായി നിൽക്കുക. വലിയൊരു പേഷ്യൻ്റ് എന്തോ ഭയങ്കരമായിട്ട് ഇപ്പം മരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിൽക്കുക. അപ്പോൾ എന്നെ നോക്കി അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഡോക്ടേഴ്സൊക്കെ. ഞാൻ അവിടെ ചെല്ലുന്നു, എനിക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു, ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ എനിക്ക് വെക്കുന്നു, അപ്പോൾ തന്നെ എന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പിള്ളേരെ അങ്ങോട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ എൻ്റെ പിള്ളേരെ ഒരു ദിവസം പോലും എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താത്തത് കൊണ്ടായിരിക്കും എനിക്കത് മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം തുടങ്ങിയ കരച്ചിലാണ്. അതുവരെ ഞാൻ ആംബുലൻസിൽ കയറിയപ്പോൾ കരഞ്ഞെങ്കിലും പക്ഷേ അത് മുതൽ എനിക്ക് പിന്നെ അങ്ങോട്ട് കരച്ചിൽ തന്നെയായിരുന്നു. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും എൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറ്റി നിർത്താത്ത എൻ്റെ പിള്ളേരെ ഞാൻ വിട്ടിനി എത്ര ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് അറിയില്ല. അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പിള്ളേരെ വിടണ്ട, എനിക്ക് വിളിക്കുമ്പം കാണണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് പിള്ളേരെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ ICU കയറി. അങ്ങനെ ഒരാഴ്ച അവിടെ കിടക്കുകയാണ്. ഇപ്പം മരിക്കും എന്നാണ് അവരുടെ ഒരു ഇത്. എനിക്ക് DVT എന്ന് പറഞ്ഞിട്ടൊരു അസുഖമായിരുന്നു വന്നത്. കാരണം ഞാൻ കട്ടിലേ തന്നെ കിടന്നപ്പം എൻ്റെ ഇടത് കാലിലെ ബ്ലഡ് ക്ലോട്ടായിപ്പോയി. നടക്കുന്നൊന്നുമില്ലല്ലോ, അങ്ങനെ ക്ലോട്ടായപ്പോൾ ഈ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും പെണ്ണുങ്ങളുടെ ഹോർമോണിനൊക്കെ വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഹോർമോൺ വ്യത്യാസം വരും. അപ്പം ബ്ലോക്ക് ആവാനുള്ള സാധ്യത, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ കിടപ്പായപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കാലിൽ അങ്ങനെ വന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് വേദനയൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ കാല് ബ്ലോക്കായി. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചക്ഷൻ വെക്കുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കട്ട അവിടുന്ന് നേരെ ശ്വാസകോശത്തിലേക്ക് പോകും. ശ്വാസകോശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡെത്തിലേക്കാണ് പോവുക. അപ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ICUലേക്ക് ഇട്ടത്. അപ്പം അവരൊരു ഉറപ്പായിരുന്നു,
99% ഈ കട്ട അവിടുന്ന് അത്രയും വലിയൊരു കട്ടയായിരുന്നു. കാരണം വലിയൊരു സ്ഥലം, നല്ല വലിപ്പം ഉണ്ടായിരുന്നു ആ കട്ടയ്ക്ക്, ഫുൾ ബ്ലോക്കായിരുന്നു. അപ്പം അങ്ങനെ കട്ട മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ രക്ഷിക്കാതെ അമ്മേനെ രക്ഷിക്കാനുള്ള പരമാവധി നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അവിടുന്ന് ഒരാഴ്ചത്തെ വാസത്തിന് ശേഷം എന്നെ റൂമിലേക്ക് മാറ്റുന്നു. പിന്നെ എനിക്ക് പിള്ളേരെ കാണണമെന്നുണ്ട്, പിള്ളേരെ ഞാൻ വിളിച്ച് വരുത്തും. പക്ഷേ എനിക്ക് അവരുടെ മണം അടിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അത് ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊന്നും പിന്നെയും കഴിക്കാതെ ഞാനിങ്ങനെ അവശ നിലയിൽ ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ 2 നേരം ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു DVTക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 നേരം ഇഞ്ചക്ഷനൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് നമുക്ക് ചിലവ് താങ്ങാൻ പറ്റാതെ നമ്മൾ വേറെ തൃശ്ശൂരുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോന്നു. അവിടെ നമ്മളെ കുറേ നാൾ അഡ്മിറ്റ് ആക്കുന്നു. അപ്പോഴൊക്കെ എനിക്ക് പിള്ളേരെ കാണാത്തതിൻ്റെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ ഓരോ പെരുമാറ്റവും രീതികളൊക്കെ കണ്ടിട്ട് എന്നോട് അവിടെ നിന്ന് ചോദിക്കും, കൗൺസിലിംഗ് വേണോ, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഓരോ ഡോക്ടേഴ്സ് വരുമ്പോഴും എൻ്റെ ഒരു സംസാരവും എൻ്റെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അവർ ആ 3ാമത്തെ കുഞ്ഞല്ലേ, അതിനെന്താ കുഴപ്പം, പിള്ളേരവിടെ സേഫായിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിതൊന്നും മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കരമായ ഒരു ഇതിൽ കൂടെ പോയിട്ട് കൗൺസിലിംഗ് ഒക്കെ വേണോ, ആ ഒരു രീതിയിലൊക്കെ എത്തി. എൻ്റെ മാനസിക നിലയൊക്കെ തെറ്റി. ഞാനിനി തെരിപ്പണമായി, ഇനി എനിക്കൊരു ജീവിതമില്ല, ആ ഒരു ലെവലിലേക്കൊക്കെ എൻ്റെ ഇത് കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അഡ്മിറ്റായി. അവിടെ നിന്നൊക്കെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്നൊക്കെ ദൈവം എന്നെ ഇങ്ങനെ രക്ഷിച്ച് കൊണ്ടുവന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജൂലൈ 18-ാം തീയതി ഞാൻ വീണ്ടും തൃശ്ശൂർ പോയി അഡ്മിറ്റ് ആവുന്നു, നമ്മുടെ എസക്കുട്ടനെ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ നമ്മൾ സ്കാനിങ് ചെയ്തപ്പോൾ എത്രയും നാളും ഇവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 3-ാം മാസം അവിടെ തൃശ്ശൂർ ചെന്നിട്ടാണ് അവൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടയോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. ഇനി എനിക്കെന്ത് സംഭവിച്ചോട്ടെ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കൊച്ച് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം അവൻ്റെ ഹാർട്ട് ബീറ്റ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് ഓരോന്ന് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പിള്ളേരുണ്ടല്ലോ, ഇനിയും പ്രഗ്നൻ്റ് ആവുള്ളൂ, ഈ കുഞ്ഞ് വേണ്ടാന്ന് വെക്കാം, നമുക്കിതിനെ വേണ്ട എന്നൊക്കെ പലരും ഞങ്ങളെ ഉപദേശിച്ചായിരുന്നു. പക്ഷേ ആ ഹാർട്ട് ബീറ്റ് കേട്ടതോടുകൂടി എനിക്ക് മാനസികമായിട്ടും പറ്റാത്തൊരവസ്ഥയായി. ഈ കുഞ്ഞ് വേണം, എന്തായാലും ഇത് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ആയിക്കോട്ടെ, ഈ കുഞ്ഞ് പുറത്തേക്ക് വരണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ഒരു ദൈവത്തോടൊരു പ്രാർത്ഥന, അതുമാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ജൂലൈ 18-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നു. ഒരു 1:30-ഓടെ നമ്മുടെ സിസേറിയൻ ചെയ്ത് കൊച്ചിനെ പുറത്തേക്ക്. അപ്പോൾ ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടേബിളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ എനിക്ക് ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുഞ്ഞിനെ ഫസ്റ്റായിട്ട് കാണുമ്പോഴത്തേക്കും, നമുക്ക് ഫസ്റ്റ് കുഞ്ഞിനെ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഹൃദയം തകരും, ഞാൻ തകർന്നു പോകും. പിന്നെ എനിക്ക് എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ആൺകൊച്ചോ പെൺകൊച്ചോ എന്തെങ്കിലും ആയിക്കോട്ടെ. 2 പെൺപിള്ളേരുള്ളത് കാരണം എനിക്ക് ആൺകൊച്ച് വേണമെന്നാണ് എൻ്റെ മനസ്സിൽ മൊത്തം ആഗ്രഹം. എല്ലാവരുടെ മനസ്സിലും അത് തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. ആൺകൊച്ചിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കൊച്ചിനെ തരണേ എന്ന് മാത്രമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊച്ചുണ്ടായപ്പോഴത്തേക്കും എന്നോട് ഡോക്ടർ പറഞ്ഞു, അബിൽറ്റ നിനക്ക് ബോയ് ആണ്, ആൺകൊച്ചാണെന്ന്. അപ്പോൾ എനിക്ക് വിശ്വാസം വരുന്നത്, ഞാൻ പിന്നെയും ചോദിക്കുക ഡോക്ടറോട്, ശരിക്കും ആൺകൊച്ച് തന്നെയാണോ ഡോക്ടർ എന്ന് വെച്ചാൽ, അതെ ബോയ് തന്നെയാണെന്നിട്ട് ഞാൻ 2-3 പ്രാവശ്യം ശരിക്കും ഞാൻ നോക്കി. അപ്പോൾ ചെറുക്കൻ തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു കൊച്ചിനെ തന്നെ എനിക്ക് ദൈവം തന്നു എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചില്ല. അപ്പോൾ ഞാൻ അവരോട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പുറത്ത് പോയി ബോയിയാന്ന് പറയണ്ട, എസക്കിയലാന്ന് പറയണമെന്ന് പറഞ്ഞു. കാരണം അവൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ട ആ 2-ാം മാസം തന്നെ എനിക്ക് ചെറുക്കൻ കൊച്ചാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ അവന് എസക്കിയലിനെ പേരെടുത്തുള്ളൂ എന്ന് ഞാൻ അന്ന് മുതലേ മനസ്സിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചേട്ടായിനോട് മാത്രം ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെന്നിട്ട് പേടിയായിരുന്നു, എനിക്ക് ചെറുക്കൻ്റെ ഉണ്ടാവുമോ, ഈ പേരിടാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ചെറുക്കൻ കൊച്ചാണുണ്ടാവുന്നെങ്കിൽ ഞാൻ ഈ പേരിടാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോയ് ഉണ്ടായി, ചെറുക്കൻ കൊച്ചുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ വീട്ടിൽ റൂമിലേക്ക് മാറ്റി. അപ്പോഴത്തേക്കും വന്നിട്ട് പറയാണ്, എല്ലാവരുടെ കൊച്ചിനെയും കൊണ്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഡെലിവറി കഴിഞ്ഞവരുടെ പിള്ളേരെയും കൊടുത്തു, എസക്കുട്ടനെ മാത്രം തരുന്നില്ല. അപ്പോൾ പിന്നെയും പേടിയായി, ICUന്ന് വിളി വന്നു, കൊച്ചിന് ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ മാനസികമായി ഭയങ്കരമായിട്ട് തകർന്നു പോയി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാനൊരു ചെറുക്കൻ കൊച്ചിനെ ഞാൻ
ചോദിച്ചില്ല, ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. നീ എന്നിട്ട് എനിക്ക് ചെറുക്കൻ കൊച്ചിനെ തന്നു, പക്ഷേ എനിക്കൊരു ആരോഗ്യമുള്ള കൊച്ചിനെ ആണായാലും പെണ്ണായാലും തരാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എന്നിട്ട് നീ ആരോഗ്യമില്ലാത്ത കൊച്ചിനെ തന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്? എനിക്ക് ആരോഗ്യമുള്ളൊരു ആൺകൊച്ചിനെയായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല, നോർമൽ ഒരു കൊച്ചായിട്ട് യാതൊരു കുഴപ്പമില്ല. അവർക്ക് എന്തോ ഒരു അഴുക്ക് മൂക്കിൽ ഇരുന്നിട്ടൊരു ശ്വാസം വലിക്കാൻ പ്രശ്നം വന്നതായിരുന്നു. അങ്ങനെ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് അവനെ നമുക്ക് തിരിച്ചു തന്നു. ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഡെലിവറിയും കഴിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. പിന്നെ സ്കാൻ ചെയ്ത് നോക്കി, എനിക്ക് DVT ഇല്ല, അതെല്ലാം പൂർണ്ണമായിട്ട് മാറി നോർമൽ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇന്ന് ജൂലൈ 19-ാം തീയതി അവനുണ്ടായ ആ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എസ്സക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. ഞാൻ ഈ കഥ മൊത്തം പറഞ്ഞത് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പറയുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എനിക്ക് വലിയൊരു കഥ പറയാനുണ്ടല്ലോ. അപ്പോൾ ആ കഥ മൊത്തം പറഞ്ഞാലല്ലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കഥ മൊത്തം ഇവിടെ ഇരുന്ന് പറഞ്ഞത്. എനിക്കിനി ഒരു അവസരം ഇല്ല ഇത് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ എസ്സക്കുട്ടന് 1 വയസ്സായി. എത്ര പെട്ടെന്ന് 1 വയസ്സായി എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മൾ 2 പെൺപിള്ളേരുടെയും അവിടുത്തെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ ഇവൻ്റെ അവിടെ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഞായറാഴ്ച ദിവസമായിരുന്നു. നമ്മൾ ഇവിടുന്ന് പാലക്കയിൽ നിന്ന് നേരെ പള്ളിയിൽ പോയി. പള്ളിയിൽ വിളിച്ച് പറഞ്ഞു. അച്ഛൻ അവനൊരു ബൊക്കെയൊക്കെ ഒരു പൂവൊക്കെ കൊടുത്തു. ആ പൂവൊക്കെ അവൻ അപ്പം തന്നെ പിച്ചിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ അവർക്ക് ആൾക്കാർക്കൊക്കെ നമ്മൾ ഒരു മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി, പിന്നെ പായസം വെച്ചു, പിന്നെ ഒരു കേക്ക് കട്ടിങ്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം ഇന്ന് കുറച്ച് ഡെക്കറേഷനൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന വഴിയെ തന്നെ ഞാനും പിള്ളേരും അതിൻ്റെ പരിപാടിയിലേക്ക് കിടന്നു. മമ്മി ലിൻഡോയായിരുന്നു ഫുഡിൻ്റെ പരിപാടികളെല്ലാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ചുമ്മാ ചെന്ന് എത്തി നോക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡടിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതാ നമ്മുടെ ഭക്ഷണം കഴിക്കൽ ബിരിയാണി എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതാ കേക്കൊക്കെ മുറിച്ചത് കേട്ടോ. അപ്പം കേക്ക് മുറിക്കണമല്ലോ, ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ, പിന്നെ നമ്മൾക്ക് ചെറുക്കൻ കൊച്ചിനെ കിട്ടിയതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവാൻ വേണ്ടി പിന്നെ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് അങ്ങനെ മുറിച്ചു കേട്ടോ. അങ്ങനത്തെ ബലൂണൊക്കെ ലാസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബലൂണെല്ലാം കുത്തിപ്പൊട്ടിച്ച് ഐസ്കൂട്ടരാണെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച് നമ്മളിനി ലാസ്റ്റായിട്ട് പായസം കൂടെ കുടിക്കാനേ ഉള്ളൂ. ഞാനങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടായിരുന്നില്ല. ഇവനൊന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡെക്കറേഷൻ്റെ ബലൂൺ വിറിപ്പിക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. വേറെ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പപ്പയും മമ്മിയും ലിൻഡോയും ഇപ്പം ചേട്ടായി ഞാനും പിള്ളേരും മാത്രമായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ആഘോഷം അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് നമ്മൾ ആഘോഷിച്ചു കേട്ടോ. ഞാൻ ഇത്രയും വലിയൊരു കഥ ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് കാരണമാണ് ഞാൻ ഈ കഥ മൊത്തം ഇവിടെ കുത്തിയിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ എസ്സക്കുട്ടൻ ഉണ്ടായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ സ്വീറ്റ്സൊക്കെ, അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മോശമായി പോവും. എത്ര പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടിയിട്ടും എസ്സക്കുട്ടന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിനൊരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ അസുഖത്തിനൊരു പ്രശ്നമില്ല. കാരണം അത്രയും പ്രശ്നമായിട്ട് ഞാൻ ICU കിടക്കുമ്പം ഉറപ്പിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് പ്രശ്നം വരും, ഈ കൊച്ചിനെ കിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയുടെ ഒരൊറ്റ ബലത്തിലാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, എൻ്റെ എസ്സക്കുട്ടനും ഞാനും. അപ്പോൾ അത് കാരണം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയെ.